ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമായിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് ഈ പറയാൻ പോകുന്ന ഒരു പൊടിക്കൈ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പുട്ട് സാധാരണയായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും എളുപ്പമായിട്ടും ഉണ്ടാക്കാൻ പറ്റും, വളരെ സോഫ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു പൊടിക്കൈ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഏത് തരം അരിപ്പൊടി ആണെങ്കിലും, ഇപ്പം അരിപ്പൊടിയുടെ ക്വാളിറ്റി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പുറത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല അരിപ്പൊടി എപ്പോഴും കിട്ടണം എന്നില്ല. ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഏത് തരം അരിപ്പൊടി ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് പുട്ടിൻ്റെ പൊടി, അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇടിയപ്പപ്പൊടിയാണ്. ഇടിയപ്പപ്പൊടി ആണെങ്കിലും പുട്ടുപൊടി ആണെങ്കിലും ആദ്യം നമ്മൾ മിക്സിയിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇതിലോട്ടൊരു സ്വല്പം ഉപ്പ്, അല്പം മതി. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ആ ഒരു പൊടിക്കൈ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഒരിത്തിരി ഉപ്പേ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, സാധാരണ ചോറ്. അത് വൈറ്റ് റൈസ് ആവാം, കുത്തരി ആവാം, ഏതാണെങ്കിലും നമ്മളുടെ ലെഫ്റ്റ് ഓവർ റൈസ് ആണെങ്കിലും മതി, ബാക്കിയുള്ള റൈസ് ഫ്രിഡ്ജിൽ ഇരുന്നതാണെങ്കിലും കുഴപ്പമില്ല. അതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് സ്വല്പം ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ആദ്യം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സി അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് അടിക്കുക. ഒരു ഓവർ സ്പീഡിൽ ഒത്തിരി സമയം അടിക്കരുത്. ഒരു 2-3 സെക്കൻഡ്സ് നമ്മൾ ചെയ്യണം. പൾസ് അല്ല, നോർമലായിട്ട് സ്പീഡ് 1-ൽ നമ്മൾ അടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നനവ് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ വീണ്ടും 2 സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം പൊടി ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇപ്പം ഞാൻ അടച്ചു വെച്ച് വീണ്ടും അതേപോലെ തന്നെ ബീറ്റ് ചെയ്യാൻ പോകും. ഇപ്പൊ കാണാം പൊടി ചെറുതായിട്ട് നനഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് പോരാ, ഇനി നമ്മൾ കുറച്ചും കൂടെ ഇനി ഒരു 1 ടേബിൾ സ്പൂൺ വെച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓവറായിട്ട് കട്ടിയായി പോവും. ഇപ്പൊ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാണാം. ഇതാ പുട്ടിന്റെ മാവ് നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടിരുന്നു. ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ പുട്ടിന്റെ മാവ് റെഡി ആയി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ അതേപോലെ വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ നനവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്വല്പം കൂടെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് അതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കഴിഞ്ഞു. ഇപ്പൊ പുട്ടിന്റെ മാവ് റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ നമ്മൾ അരിപ്പൊടിയും സ്വല്പം ഉപ്പും ചോറും മാത്രമായിട്ട് നമ്മളുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത പൊടി ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറെ ഒരു ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആ ഒരു പൊടിയുടെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ശരിക്കും നമ്മൾ കൈ കൊണ്ട് നനച്ചെടുക്കുന്ന പോലെ തന്നെ കിട്ടും. ഞാൻ കൈ തൊട്ടിട്ടേ ഇല്ല ഈ പൊടിയിൽ. ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് അരിപ്പൊടിയും ചോറും മാത്രമാണ്. ചോറും നിങ്ങൾ ഉപ്പിട്ട് വേവിച്ച ചോറാണെങ്കിൽ വളരെ കുറച്ച് ഉപ്പ് മാത്രം അഡീഷണൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം ആ ചോറിലെ ഉപ്പ് നമുക്ക് ഓൾറെഡി മാവിലേക്ക് ചേരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിത് ജസ്റ്റ് നമ്മളുടെ പുട്ട് പാത്രത്തിലോട്ടോ പുട്ട് കുറ്റിയാണെങ്കിൽ അതിലോട്ടോ മാറ്റിയിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് അടിച്ചെടുക്കാം. കൺസിസ്റ്റൻസി നോക്കി കുറച്ച് ചോറ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ചോറ് കൂടിപ്പോയി തോന്നിയാലും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റിയിട്ട് എക്സ്ട്രാ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടിച്ചെടുത്താൽ മതിയാവും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പുട്ടാക്കി എടുക്കാം. എല്ലാവരും ഈ രീതിയിൽ പുട്ട് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഞാനിത് വേവിച്ചിട്ട് കാണിക്കാം. ഇപ്പോൾ പുട്ടായിട്ടുണ്ട്. ഇപ്പോൾ കമത്തി ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് തേങ്ങ ഇടണമെങ്കിൽ തേങ്ങ ഇടാം. ഇതേ കണ്ടോ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് തൊടാതെ വെള്ളം പോലും നനയ്ക്കാതെ ഇത്ര സോഫ്റ്റ് ആയിട്ടാണ് പുട്ടുണ്ടായിരിക്കുന്നത്.